അമൽ തേനംപറമ്പിലുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അമൽ, മാർ ഇവാനിയോസ് കോളേജിന് മുമ്പിൽ വലിയ ഗതാഗത കുരുക്കാണ്. കൗണ്ടിംഗ് ഏജന്റുമാർക്കൊന്നും അകത്തേക്ക് എത്താൻ, അതായത് മാർ ഇവാനിയോസ് കോളേജിന്റെ ഗേറ്റ് വരെ എത്താൻ പോലും കഴിയുന്നില്ല എന്നൊക്കെ കേട്ടു. ഇത്ര രാവിലെ തിരുവനന്തപുരത്ത് ഗതാഗത കുരുക്കുണ്ടാവാൻ എന്ത് സംഭവിച്ചു? അഭിലാഷ്, ഇപ്പോൾ ആ പ്രശ്നം മറികടന്നിട്ടുണ്ട്. ഇപ്പോൾ മാർ ഇവാനിയോസിന് മുന്നിലേക്ക് വാഹനങ്ങൾ കടത്തിവിടുന്നില്ല. കയറാനുള്ള ആളുകൾക്കെല്ലാം കയറാനുള്ള സമയപരിധി അവസാനിച്ചു എന്നൊരു അനൗൺസ്മെന്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവസാന ഉദ്യോഗസ്ഥരും പോളിംഗ് ഏജന്റുമാരും എല്ലാം അകത്തേക്ക് പ്രവേശിക്കുകയാണ്. എൻ ശക്തൻ, നേതൃനിരയിലെ UDF സ്ഥാനാർത്ഥി, അകത്തേക്ക് കടന്നു പോകുന്നു. എന്തുണ്ടൊരു അവസാന പ്രതീക്ഷ? വിജയിക്കും, ഉറപ്പായി വിജയിക്കും. എത്രയുണ്ടാവും ലീഡ്? ലീഡ് ഞാൻ പറയുന്നില്ല, വിജയിക്കും, നല്ല ഭൂരിപക്ഷം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ശരി കാണാം. നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് എൻ ശക്തൻ. അകത്തേക്ക് കടന്നു പോകുന്നു. ഇനിയിപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, നമ്മുടെ നേരെ പിന്നിൽ കാണുന്ന അവിടെ ബാരിക്കേഡ് വെച്ച് ഇത് മാർ ഇവാനിയോസിലേക്ക് വരുന്ന വഴിയാണ്. തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ആ വരുന്ന വഴിയിൽ ബാരിക്കേഡ് വെച്ച് അവിടെ അടച്ചിട്ടുണ്ട്. ഇനി അധികം വാഹനങ്ങൾ, സ്ഥാനാർത്ഥിമാരുടെയും ഏജന്റുമാരുടെയും വാഹനങ്ങളില്ലാതെ ഒരു വാഹനവും കടത്തിവിടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എന്തായാലും ഇപ്പോൾ നേരത്തെ നമ്മളുണ്ട് പറഞ്ഞ ആ ഒരു ഗതാഗത കുരുക്ക് എന്ന് പറയുന്ന പ്രശ്നം മാറിയിരിക്കുന്നു. ഓരോ സ്ഥാനാർത്ഥികളായി അകത്തേക്ക് പോവുകയാണ്. വലിയ വിജയപ്രതീക്ഷയിൽ അകത്തേക്ക് സ്ഥാനാർത്ഥികളെല്ലാം കടന്നു പോകുന്നു. ഇനിയിപ്പോൾ വളരെ വളരെ കുറച്ച് സമയം മാത്രമാണ് അവശേഷിക്കുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ഒരുപാട് മണ്ഡലങ്ങളുള്ള ഒരു ജില്ല. ആ ഒരു ജില്ലയിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ വർക്കലയിലെ UDF സ്ഥാനാർത്ഥി കൂടി ഇവിടേക്ക് എത്തുകയാണ്. വർക്കലക്കാർ എങ്ങനെയുണ്ട് പ്രതീക്ഷ? UDF ജയിക്കും. വർക്കലയിൽ ലീഡൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്? ലീഡ് പ്രൊഡിക്റ്റ് ചെയ്യുന്നില്ല, തീർച്ചയായും വിജയിക്കും. തീർച്ചയായും വിജയിക്കും എന്നുള്ളതാണ് വർക്കല കഹാറിന്റെ പ്രതികരണം. കഴിഞ്ഞ കുറേ നാളുകളായി അവിടെ CPM-ന്റെ ശക്തി കേന്ദ്രം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ വർക്കല കഹാർ നേരത്തെ അവിടെ വിജയിച്ചിട്ടുള്ള ചരിത്രമുള്ള സ്ഥലമാണ്. കഴിഞ്ഞ തവണ അവിടെ ഒരു മാറി പരീക്ഷണം നടന്നിരുന്നു. ഇത്തവണ പക്ഷേ അങ്ങനെ പരീക്ഷണത്തിന് UDF നിന്നില്ല. വർക്കല കഹാർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയിലേക്ക് തന്നെ എത്തി. ഇപ്പോൾ K ശബരിനാഥൻ കൂടി, സ്ഥാനാർത്ഥികൾ എല്ലാവരും തന്നെ അകത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ശബരിനാഥൻ കൂടി ഈ നേരത്തെ പഴവങ്ങാടി വെച്ച് നമ്മളോട് പ്രതികരിച്ചിരുന്നു. ശബരി കൂടി അകത്തേക്ക് കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ കാര്യമായ തിരക്കുകളില്ല, സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഇനിയിപ്പോൾ അകത്തേക്ക് കയറി പോകാനുള്ളത്. വലിയ പ്രതീക്ഷയിൽ എല്ലാവരും. കോളേജ് കൗണ്ടിംഗ് കേന്ദ്രത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് അമൽ തേനംപറമ്പിൽ നൽകിയത്. എല്ലാ മുന്നണിയിലെയും എല്ലാ സ്ഥാനാർത്ഥികളും വലിയ വിജയ പ്രതീക്ഷയിലാണ്. നേരത്തെ ശബരിനാഥൻ പഴവങ്ങാടി ക്ഷേത്രത്തിന് മുന്നിൽ വെച്ച് പറഞ്ഞത് UDF നിയമസഭയിൽ നേമത്ത് നിന്നൊരു UDF MLA ഉണ്ടാകുമെന്ന വലിയ കോൺഫിഡൻസ് ആണ് ശബരിനാഥൻ പങ്കുവച്ചത്.